ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. കൂലിവേലക്കാരുടെ സംഘമായ ഊരാളുങ്കൽ സൊസൈറ്റിയെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ പ്രസ്ഥാനമാക്കി മാറ്റിയതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വം കൂടിയാണ് വിട പറഞ്ഞത്. കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദന്റെ ആശയങ്ങളിൽ നിന്നും പ്രചോദിതമായി രൂപീകരിക്കപ്പെട്ട കൂലിവേലക്കാരുടെ സംഘമായ ഊരാളുങ്കലിനെ ലോകത്തോളം വളർത്തിയതിൽ പ്രമുഖനാണ് അന്തരിച്ച ചെയർമാൻ രമേശൻ പാലേരി. 1995 മുതൽ ULCCS ചെയർമാനായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അത്ഭുതകരമായ നേട്ടങ്ങളാണ് ഊരാളുങ്കൽ സ്വന്തമാക്കിയത്. ദേശീയപാത നിർമ്മിതി മുതൽ സഹകരണ IT പാർക്ക് വരെ, സഹകരണ മേഖലയിലെ ആദ്യ IT പാർക്കായ കോഴിക്കോട് തൊണ്ടയാടെ ULCCS IT ഇൻഫ്രാസ്ട്രക്ചർ, ഇരിങ്ങലിലെ സർഗാലയ, കോവളത്തെ ക്രാഫ്റ്റ് വില്ലേജ്, ചവറയിലെ വികസന പരിശീലന കേന്ദ്രമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ തുടങ്ങി വൈവിധ്യമാർന്ന സഹകരണ സംരംഭങ്ങൾക്കും തുടക്കമിട്ടത് രമേശന്റെ നേതൃത്വത്തിലാണ്. 2024 മികച്ച സഹകാരിക്കുള്ള കേരള സർക്കാരിന്റെ ആദ്യ റോബർട്ട് ഓവൻ അവാർഡ് ഫോർ ബെസ്റ്റ് കോഓപ്പറേറ്റീവ് ലീഡർ പുരസ്കാരം നേടി. സഹകരണ മേഖലയിലെ മാതൃകാ സേവനത്തിനുള്ള ഇന്ദിരാഗാന്ധി സദ്ഭാവന അവാർഡ്, സഹകരണ മന്ത്രാലയത്തിന്റെ പ്രത്യേക അവാർഡ്, നാരായണൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കി. തൊഴിൽ സഹകരണ കൗൺസിൽ ദേശീയ ഉപദേശക സമിതി അംഗം, നാഷണൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് ഫൗണ്ടേഷൻ ഡയറക്ടർ, സംസ്ഥാന ആസൂത്രണ ബോർഡ് സഹകരണ ഉപസമിതി അംഗം, കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രി ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിച്ചു. നിരവധി വിദേശ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. രാജ്യത്തെ നിർമ്മാണ മേഖലയ്ക്ക് തന്നെ തീരാനഷ്ടമാണ് രമേശൻ പാലേരിയുടെ വിയോഗമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് അനുസ്മരിച്ചു. നേരിട്ടും അല്ലാതെയും പതിനായിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുകയും ഈ ലോകം അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റത്തെ തൻ്റെ സ്ഥാപനത്തിൽ പ്രൊഫഷണലിസമായി കൊണ്ടുവന്ന് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടാണ് ഞാൻ രമേശേട്ടനെ കാണുന്നത്. രമേശേട്ടൻ്റെ വേർപാട് തീർച്ചയായും വികസന കേരളമെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ULCCയുടെ വർക്ക് കേരളത്തേക്കാൾ തമിഴ്നാട്ടിലും കർണാടകയിലുമെല്ലാം. അപ്പം നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു വലിയ വിടവായി നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്, അനുശോചിക്കുകയാണ്. കേരള വിഷൻ സംരംഭകരുടെ സംഘടനയായ COAയുടെ കൺവെൻഷൻ 2023 തൃശൂരിൽ നടന്നപ്പോൾ രമേശൻ പാലേരിയായിരുന്നു ഉദ്ഘാടകൻ. കോർപ്പറേറ്റുകൾക്ക് ബദലായി സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുന്ന ഊരാളുങ്കലിന്റെയും മാധ്യമരംഗത്തെ സാധാരണക്കാരന്റെ ശബ്ദമായ കേരള വിഷന്റെയും പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു. കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കേരള വിഷന് വേണ്ടി സിഡ്കോ പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ, COA കോഴിക്കോട് ജില്ലാ സെക്രട്ടറി K. വിനോദ് കുമാർ എന്നിവർ അന്ത്യോപചാരമർപ്പിച്ചു. മുൻമന്ത്രി AK. ശശീന്ദ്രൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരും അന്തിമോപചാരമർപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 11-ന് നാദാപുരം റോഡിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. രമേശൻ പാലേരിക്ക് കേരള വിഷൻ ന്യൂസിന്റെ ആദരാഞ്ജലി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.